ജിൻഡു, നീ എന്റെ അപ്പൂപ്പന്റെ വേഷം കിട്ട്. പിന്നെ എന്നെയും ഇംഗ്ലീഷ്കാരെ പിള്ളേരെ പോലെ ആക്ക്. ചുൽബുൾ, നീ ഇവിടെ തന്നെ നിന്നോ. ജിൻഡു, അങ്കിളിന്റെ സാധനങ്ങൾ മോഷ്ടിച്ച ടാക്സി ഡ്രൈവറിനെ നമുക്കൊന്ന് അന്വേഷിക്കാം. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ ജിൻഡു ചേട്ടൻ. വീർ, എംലി, നിങ്ങൾ രണ്ടുപേരും എന്ത് കോലത്തലായി നടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആ എംലിയുടെ അങ്കിൾ ഇവിടെ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു? നിനക്ക് ഒരു പണി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? മുതിർന്നവരോട് ഇങ്ങനെയാണോ വീർ നീ സംസാരിക്കുന്നത്? വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വേഗം നിന്റെ വിരളിഞ്ഞൊടിച്ച് അയാളെ തിരിച്ചയക്കേ ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. എംലി, നീ കണ്ടില്ലേ ഇത്? ഇവന്റെ അപ്പൂപ്പനോട് എങ്ങനെയാ സംസാരിച്ചതെന്ന് നീ കണ്ടില്ലേ? ഈ വീട്ടിലോട്ട് വാ, എന്നിട്ട് നിന്നോട് ഞാൻ സംസാരിക്കാൻ ബാക്കി. നീ അപ്പൂപ്പന്റെ നാടകം ഒന്ന് നിർത്ത്, എന്നിട്ട് വേഗം എന്റെ അങ്കിളെ തിരിച്ചയക്കേ. നീയും ഇപ്പൊ അവനെ പോലെ ആണല്ലോ മോളെ സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇതെന്താണ് പറ്റിയത്? നിങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? എത്ര നേരമായി ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. അപ്പൂപ്പ എന്നെ വിട്ടിട്ട് പോവരുത്. ഇവർ എന്നെ വീണ്ടും കൊള്ളയടിക്കും. അപ്പൂപ്പ, എന്റെ പുറകെ എന്തിനാ ഇങ്ങനെ വരുന്നത്? എനിക്ക് തന്നെ അറിയത്ത് പോലുമില്ല. ഒന്ന് പോടോ. വീർ, ദേ കണ്ടോ, ഇയാളെന്റെ പിന്നാലെ കൂടിയിരിക്കുക. അല്ല, ഇതാരാ എന്നെ പോലെ തന്നെ ഒരാൾ ഇവിടെ നിൽക്കുന്നേ? അല്ല, ഇതാരാ എന്നെ പോലെ ഒരാൾ ഇവിടെ നിൽക്കുന്നത്? ഇല്ല, നീയാണ് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. ഇതില് ജിൻഡു ആരാണ് അപ്പൂപ്പൻ ആരാണെന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ഓ, അപ്പൂപ്പനായിരുന്നോ? അപ്പൂപ്പൻ ഇവിടെ വരുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഓഹോ, അപ്പോ നിങ്ങളും ടാക്സി ഡ്രൈവറിനെ പിടിക്കുവാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നോ? ശെടാ, എന്നാ അതെന്നോട് ആദ്യമേ പറയണ്ടേ? അപ്പൂപ്പ, ഇതിലാരാ ഇപ്പൊ അപ്പൂപ്പൻ? ഇവിടെ ഇതാ രണ്ട് അപ്പൂപ്പന്മാർ. ഇതെല്ലാം എന്താ ഇവിടെ സംഭവിക്കുന്നത്? അകടം പകടം മാലം പാലം, നിന്റെ ഓർമ്മകൾ മാഞ്ഞു പോട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. ഇന്നാ പിടിച്ചോ ക്യാരറ്റ്. ഒരു ക്യാരറ്റ് കൊണ്ടൊക്കെ എനിക്കെന്താവാനാ? വീണ്ടും വീണ്ടും എറിഞ്ഞുകൊണ്ടേയിരിക്കേ. അങ്കിളെ, ഒരു മിനിറ്റ്. അങ്കിൾ ഈ നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അങ്കിളുടെ ഓട്ടോഗ്രാഫ് ഒന്ന് എനിക്ക് തരുമോ? എന്റെ ഓട്ടോഗ്രാഫ് വേണോ? ആ, തരാലോ. അതിനെന്താ? എവിടെയാ ഓട്ടോഗ്രാഫ് തരേണ്ടത്? എന്റെ കാറ് കള്ളൻ, കള്ളൻ! കള്ളൻ, കള്ളൻ! ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് മുങ്ങുന്നതാ നല്ലത്. വീർ, നിനക്കറിയാമോ, നഗരത്തിൽ വിചിത്രമായ പല മോഷണങ്ങളും നടക്കുന്നുണ്ട്. വീടിന്റെ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരിക്കും. എന്നിട്ടും ആരോ മോഷണം നടത്തിയിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിനർത്ഥം ആ കള്ളൻ വളരെ ചെറുതാണെന്നാണ്. അതുകൊണ്ടാണ് വാതില് തുറക്കാതെ തന്നെ അകത്തേക്കും പുറത്തേക്കും പോവാൻ കഴിയുന്നത്. അത്രയും ചെറിയ കള്ളൻ ആരായിരിക്കും വീർ? പറഞ്ഞോളൂ, എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? മുത്തശ്ശ, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലും മോഷണം പോയിരിക്കുക. വാതിലുകളെല്ലാം അകത്തുനിന്ന് അടച്ചിരുന്നു. കള്ളൻ എങ്ങനെ അകത്തേക്ക് കയറിയെന്നോ പുറത്തേക്ക് പോയെന്നോ ഒന്നും അറിയില്ല. വീർ, ഇത് കണ്ടോ? എന്ത് നല്ല തത്തമ്മയാ.
ശരി. ഇതെങ്ങനെയാ മോളെ നിന്റെ കയ്യിലെത്തിയത്? ഇന്നലെ ഇത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. എനിക്ക് ടെറസിന്റെ മുകളിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കൂടെ കൊണ്ടുപോയി. നേരം വെളുത്തപ്പോ എങ്ങോട്ട് പോയി ഒരു പിടിയില്ല. ആന്റി, ഈ അടുത്ത് മോഷണം നടന്ന വീട്ടിലൊക്കെ ഈ തത്ത വന്നിരുന്നോ? ആ കാര്യം ആന്റിക്ക് അറിയോ? വീർ, ആ? ഒരു തത്തമ്മ എങ്ങനെയാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നത്? അതെ വീർ, മോഷണം പോയ 2-3 വീട്ടുകാരുടെ കാര്യം എനിക്കറിയാം. അവിടെയും അന്ന് രാത്രി ഈ തത്തയുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോ കാണാതാവുകയും ചെയ്തു. പക്ഷേ ഒരു തത്തയ്ക്ക് എങ്ങനെ മോഷണം നടത്താൻ പറ്റും? ഇംലി, നീ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോ. പക്ഷെ രാത്രി ഇതിനെ ശ്രദ്ധിക്കണം. ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിച്ച് പറയണം. അവരിതെവിടെ പോയി? നീ ഒരു മണ്ടനാണല്ലോടാ മോനെ. നിന്നോട് ഞാൻ സമയം എത്രയെന്നല്ലേ ചോദിച്ചുള്ളൂ. അതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അല്ലെങ്കിൽ നിന്റെ വാച്ച് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നോക്കില്ലായിരുന്നോ? സമയം എന്തായി മകനെ? ഒന്നവിടെ നിൽക്കുമ്പോൾ ഭൂതവും പ്രേതവും ഒന്നും ഇല്ലെന്നേ. നീ എങ്ങോട്ടായി ഓടുന്നേ? ഒന്നവിടെ നിക്കേ. എങ്ങനെ നിൽക്കാനാ? പേടി കാരണം കാലം തന്നെ ഓടുന്നതാ. ഓടിക്കോ ഭൂതം. ഡാച്ചു ഡാച്ചു ഡിങ്കക് ഡിങ്കക് ഡാച്ചു. ഇതൊക്കെ എന്താ ചൊൽബോൾ? നീ എന്തിനാ വെറുതെ പിച്ചുമ്പിയൊക്കെ വിളിച്ചു പറയുന്നേ? അയ്യോ, ഇത് ഞങ്ങൾ ഡോങ്കിയിലൂടെ ഭൂതത്തെ ഓടിക്കാനുള്ള മന്ത്രമാണ്. ഓക്കേ, പക്ഷെ ദേവേത് നീ ഇനി ഓടരുത്. എങ്കിലേ എനിക്ക് ആ ഭൂതത്തിനെ പിടിക്കാനാവൂ. ഭൂതത്തെ ഇന്നവരെ ആരും പിടിച്ചിട്ടില്ല. ആർക്കും പിടിക്കാൻ സാധിക്കുകയില്ല. ഡാച്ചു ഡാച്ചു ഡിങ്കക് 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 ഡാച്ചു ഡിങ്കക് 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 ഡാച്ചു 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 ഡാച്ചു. നീ നിന്റെ മന്ത്രയ്ക്ക് നിർത്തി ഇവിടെ ഒളിച്ചിരുന്നു. നിന്റെ പേടി മാറ്റാനായിട്ട് ഞാൻ വേഗം ചെണ്ടൂനെ ഇങ്ങോട്ട് വിളിക്കാം. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്? ദേ അങ്ങോട്ട് നോക്ക്. നീ അത് കാണുന്നുണ്ടോ? അയ്യോ, എന്റെ സകലമാന ജിന്ന് ഭൂതങ്ങളെ, ഇവിടെയുള്ള ഈ ഭൂതങ്ങളെ ഒന്ന് ഓടിച്ചു തരണേ. ഓ ഗ്രീൻ ജിന്ന് ചാത്ത, ഭൂതങ്ങളെ ഓടിക്കണേ. ഇപ്പൊ നിനക്കിതെന്ത് പറ്റി? നീ ഒരു ജിന്നല്ലേ? നീ എന്തിനാ പേടിക്കുന്നേ? ജിന്നാണെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? അവര് എന്നെയും പിടിക്കില്ലേ? എനിക്കും ഭൂതങ്ങളെ പേടിയാണ്. എന്റെ പൊന്ന് ജിന്ന് മുത്തപ്പ, വേഗം വന്ന് ഈ ഭൂതങ്ങളെ ഓടിച്ച് എന്നെ രക്ഷിക്ക. വേഗം വന്ന് ഈ ഭൂതങ്ങളെ ഓടിച്ച് എന്നെ ഒന്ന് രക്ഷിക്ക. സമയം എന്തായി മോനെ? ഭൂതം, 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 ഭൂതം. ഇത് ശരിക്കുള്ള ഭൂതമാണല്ലോ. ഞാൻ ഇവിടെയുണ്ട് ബോസ്, പട്ടത്തിന്റെ രൂപത്തിൽ. ഞാൻ ആകെ ക്ഷീണിച്ചു. എന്തെങ്കിലും ഒരു ദിവസം നിന്നെ പിടിക്കാൻ ഞാൻ വരും. ജിന്തു, ഇയാളുടെ കൺമുന്നീന്ന് ദൂരെ പോ വേഗം. അങ്കിളിന്റെ ജോലി ചെയ്യുന്നേ. എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? ജിന്തു, ഇതിപ്പോ ഒരുപാടായി. ആ മുറിഞ്ഞുപോയ പട്ടങ്ങളുടെ അടുത്ത് എന്നെ വേഗം എത്തിക്കേ. എന്നിട്ട് എന്റെ പട്ടം എനിക്ക് തിരിച്ചതാ. പോകാലോ? പോകുന്നു വീർ. എന്റെ പട്ടം
നിനക്ക് എന്തെങ്കിലും പറ്റിയോ വീർ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മുന്നൂനെ പട്ടം കൊണ്ടുവരാൻ പറ്റിയില്ല. വീർ, ഇന്ന് മകരസംക്രാന്തി ആയതുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. ആരാണോ ഏറ്റവും അധികം പട്ടങ്ങൾ വെട്ടുന്നത് അവർക്ക് ഞാൻ 50 പട്ടങ്ങൾ സമ്മാനമായി നൽകുമെന്ന്. ഇതാ പിടിച്ചോളൂ, നിനക്കുള്ള സമ്മാനം 50 പട്ടങ്ങൾ. താങ്ക് യു അങ്കിൾ. മുന്നു ഇന്നാ നീ ഇതെല്ലാം എടുത്തോ. താങ്ക് യു വീർ, നീ വളരെ നല്ല ആളാണ്. പിന്നെ പണ്ടി നീ ഇവന്റെ പട്ടം മോഷ്ടിച്ചെങ്കിൽ അത് തെറ്റാണ്. സത്യമാണ് വീർ, നിന്നെ പോലൊരു നല്ല കുട്ടിയെ ഇന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. അപ്പൊ പിന്നെ ഞാനോ? അതെ, ഞാൻ ബണ്ടിയെ പോലുള്ള നല്ല കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സമ്മാനം വേഗം തരൂ.